ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ടെലിപ്പതിയെക്കുറിച്ചും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ടെലിപ്പതിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം. ടെലിപ്പതി എന്നാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതെ നമ്മളുടെ ഒരു ഫീലിംഗ്, ഇമോഷൻ, തോട്ട്, ഐഡിയ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇനി ഒരാളിലേക്ക് കൺവേ ചെയ്യുന്നതിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് ഓൺലി ട്വിൻ ഫ്ലെയിംസിനല്ല, ട്വിൻ ഫ്ലെയിംസിൻ്റെ ഇടയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല ടെലിപ്പത്തിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ടെലിപ്പതി മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ടെലിപ്പതിയിലൂടെ കിട്ടുന്ന സന്ദേശങ്ങളെ റിസീവ് ചെയ്യാനോ ടെലിപ്പതി അയക്കാനോ പറ്റണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ആ ഒരു വൈബ്രേഷനോട് കുറച്ചൊക്കെ മാച്ച് ആയിരിക്കണം. അതുകൊണ്ടാണ് അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞ് ഒരു ലെവൽ കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു ടെലിപ്പതി എന്താണെന്നും ഈ കോൺസെപ്റ്റ് എന്താണെന്നും ഇതിലൂടെ കിട്ടുന്ന ഡൗൺലോഡ്സ് എന്താണെന്നുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ടെലിപ്പതി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്ദ്രിയം ഉപയോഗിക്കാതെ സന്ദേശങ്ങൾ കൈമാറാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ആരെക്കുറിച്ചെങ്കിലും ഒരു പെർട്ടിക്കുലർ ആളെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് അവരുടെ കോൾ വരികയോ അവർ നേരിൽ വരികയോ ഒക്കെ ചെയ്യാറില്ലേ? അതൊക്കെയും ടെലിപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ട്വിൻ ഫ്ലെയിംസിൽ ടെലിപ്പതിയുടെ ഒരു പ്രാധാന്യം പറഞ്ഞു തരാം. ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു സോളിൻ്റെ സെയിം ബ്ലൂ പ്രിൻ്റ് രണ്ട് ബോഡീസിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ കോൺഷ്യസ്നെസ്സും ഒന്നായിരിക്കും, എനർജറ്റിക് ഫീൽഡും ഒന്നായിരിക്കും അല്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സോൾസും ഒരു മരത്തിലെ ഓരോ ആപ്പിൾസ് ആണെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് ഒരു ആപ്പിളിലെ രണ്ട് ഭാഗങ്ങളാണ്. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മസ്കുലൈൻ എനർജി ഒരാളിൽ തന്നെ ഉണ്ടാവണമെന്നും മൊത്തം ഫെമിനൈൻ എനർജി ഇനി ഒരാളിൽ, അതായത് ഒരു ഭാഗം ആപ്പിളിൽ മസ്കുലാനിറ്റി മൊത്തത്തിൽ വരണമെന്നും ഒരു ഭാഗത്തിൽ മൊത്തത്തിൽ ഫെമിനൈൻ എനർജി വരണമെന്നൊന്നുമില്ല. അത് ആ ഒരു പ്രൊപ്പോർഷൻ, ആ ഒരു അനുപാതം അങ്ങോട്ടും ഇങ്ങോട്ടുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും ആ എനർജീനെ ബാലൻസ് ചെയ്യാൻ പാടുപെടുന്നതും എനർജറ്റിക് ഇംബാലൻസ് നമ്മളിൽ ഉണ്ടാകുന്നതും. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സെപ്പറേഷൻ, ഫിസിക്കൽ വേൾഡിൽ നമ്മൾക്ക് എല്ലായ്പ്പോഴും സെപ്പറേഷൻ നമ്മൾ ഫീൽ ആവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതർ കൗണ്ടർ പാർട്ട് പലപ്പോഴും അതായത് ഒരാൾ റണ്ണറും ഒരാൾ ചേസറുമായിരിക്കും മിക്കപ്പോഴും ടോട്ടലി ഹീൽഡ് ആവുന്നോടം വരെയും, രണ്ടുപേരും ഒരേ എനർജറ്റിക് ലെവലിൽ വരുന്നോടം വരെയും ഈ ഒരു കോൺസെപ്റ്റ് തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനർജറ്റിക്കലി ഇവരെല്ലായ്പ്പോഴും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ 5Dയിൽ കണക്റ്റഡ് ആണെന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് വീഡിയോസിൽ. കാരണം ഇങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ മിററിങ് പോലും സംഭവിക്കുന്നത് നമുക്ക് അല്ലേ? അപ്പോൾ ഈ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലായ്പ്പോഴും നമ്മുടെ കൗണ്ടർ പാർട്ടുമായിട്ട് കണക്റ്റായിട്ട് സന്ദേശങ്ങൾ അയക്കാനും റിസീവ് ചെയ്യാനും പറ്റും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? 3D ഫോർമാറ്റിലുള്ള ഇന്ദ്രിയങ്ങളെ, അതായത് സംസാരിക്കുക, കേൾക്കുക, പറയുക എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ്, പിന്നെ സോഷ്യൽ മീഡിയ ഇത്രയും അഡ്വാൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജുകൾ വരുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊരു സെപ്പറേഷനിലാണെന്നാണ് നമ്മൾ ശരിക്കും വിശ്വസിക്കുന്നത്. എന്നാൽ അത് ശരിക്കും ഒരു മായയാണ്. നമ്മൾ ഓൾറെഡി അവരുമായിട്ട് ഓൾവേസ് കണക്റ്റഡ് ആണ്, എല്ലായ്പ്പോഴും കണക്റ്റഡ് ആണ് എനർജറ്റിക്കലി. അതുകൊണ്ട് തന്നെ എന്ത് സന്ദേശം അയക്കണമെങ്കിലും നമ്മൾക്ക് നമ്മുടെ ട്വിൻ ഫ്ലെയിമിന് നമ്മളിലൂടെ അയക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലായ്പ്പോഴും ഒരു ഹൈ വൈബ്രേഷനിൽ നിൽക്കണം, അതായത് യൂണിവേഴ്സൽ എനർജിയുടെ ആ ഒരു
ഫ്രീക്വൻസിയോട് നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ എനർജി മാച്ച് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലായ്പ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കണം. അതുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിംസിനോട് എല്ലായ്പ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു പക്ഷേ പാസ്റ്റിലാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണെന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡായിരിക്കും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സോൾ ലെവലിൽ ഇരുന്നിട്ട് ഈ ടെലിപ്പത്തിയെ റിസീവ് ചെയ്യാൻ പറ്റില്ല. കാരണം ടെലിപ്പത്തി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മുടെ ഇൻറ്റ്യൂഷൻ ബേസ്ഡ് ആയിരിക്കും. ഈ ജേർണിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലായ്പ്പോഴും സോൾ ലെവലിൽ കണക്റ്റായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ടെലിപ്പത്തി എങ്ങനെയാണ് ട്വിൻ ഫ്ലെയിംസിൽ റിസീവ് ആവുന്നത്? നമ്മൾ മേ ബി നല്ലൊരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടലി വേറൊരു വർക്കിൽ കോൺസെൻട്രേറ്റ് ആയി ഇരിക്കുമ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് പെട്ടെന്നൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സന്ദേശം വരാം. അതല്ല എങ്കിൽ പെട്ടെന്നൊരു പാട്ട് നമുക്ക് ഓർമ്മ വരാം. നമ്മുടെ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത്, പഴയ, അതായത് ഇതിനു മുമ്പ് നടന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ഓർമ്മ വരാം. അതല്ല എങ്കിൽ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു കാര്യം സ്പോട്ടിൽ നമ്മൾക്ക് പെട്ടെന്ന് നമ്മളുടെ മൈൻഡിലേക്ക്, നമ്മൾക്ക് ആ ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മളുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും കിട്ടിയ ഒരു ടെലിപ്പത്തിയാണെന്ന്. സെയിം തിങ് തന്നെ നമ്മൾക്കും ടെലിപ്പത്തി അയക്കാൻ പറ്റും. ജസ്റ്റ് നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഹയർ സെൽഫിനോട് കണക്റ്റായിട്ട് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്കും ഇതേപോലെ കൺവേ ചെയ്താൽ നമ്മുടെ കൗണ്ടർ പാർട്ട് ഓൾമോസ്റ്റ് അവേക്കൻഡ് ആണെങ്കിൽ അവർക്ക് അതേ ടൈമിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അതല്ല അവരൊരു അവേക്കനിങ് പ്രോസസ്സിലേക്ക് വന്നു, ഇനിഷ്യൽ സ്റ്റേജിലാണെങ്കിൽ പോലും 3 അല്ലെങ്കിൽ 4 ദിവസത്തിനകം അവർക്ക് ഈ ഒരു സന്ദേശം മാക്സിമം ഒരു 3-4 ദിവസത്തിനകം അവർക്ക് മനസ്സിലാവുന്നതാണ് ഇത് വന്നിരിക്കുന്നത് എൻ്റെ DFൽ നിന്നുമാണ് ഈ സന്ദേശമെന്ന് അവർക്ക് അവരുടെ ഇൻറ്റ്യൂഷൻ വഴി മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ടെലിപ്പത്തിക് കണക്ഷനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ന്യൂ മൂൺ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറേ അധികം മെസ്സേജുകൾ വരുന്നുണ്ട് ഒരു മിസ്സിങ് എനർജീനെ കുറിച്ച്, അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷൻസിനായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ നന്നായിട്ട് ബാലൻസ് ആയിട്ട് ഇംബാലൻസ് ആവുന്നു എന്നുള്ളത്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ വെളിയിൽ ഇനി ഒരാളിൽ കാണുമ്പോഴാണ് നമ്മൾക്ക് ഈ മിസ്സിങ് എനർജി ശരിക്കും വരുന്നത്, അല്ലേ? ഓൾറെഡി ആ എനർജി നമ്മളിലുണ്ട്. ഓൺലി തിങ് നമ്മൾ അതിലേക്ക് കണക്റ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. ആ കണക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലിരുന്ന് ആ ഒരു വൈബ്രേഷനിലേക്ക് കണക്റ്റായിട്ട് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ വോയിസിൽ തന്നെ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ഇതുവരെ ശ്രമിച്ചിട്ടില്ലാത്തവർ ഒന്ന് ശ്രമിച്ചു നോക്കുക. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.